ഗാന്ധിയപ്പൂപ്പനും യുവസഞ്ചാരിയും. ഗാന്ധിയപ്പൂപ്പൻ ഒരിക്കൽ തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ തൊട്ടടുത്തായി ഒരു യുവാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾ ഇടയ്ക്കിടെ ഗാന്ധിജിയെ പ്രകീർത്തിച്ച് ഉച്ചത്തിൽ പാട്ടുപാടിക്കൊണ്ടിരുന്നു. തന്നോടൊപ്പമുള്ള അപ്പൂപ്പൻ ഗാന്ധിജിയാണെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. യുവാവ് ഇടയ്ക്കിടെ തീവണ്ടിമുറിയുടെ മൂലയ്ക്ക് തുപ്പിക്കൊണ്ടിരുന്നു. ഇത് കണ്ട് ഗാന്ധിജിക്ക് വല്ലാതെ ഈർഷ്യ തോന്നി. അദ്ദേഹം ചോദിച്ചു, "ഹേയ് സഹോദരാ, നിങ്ങളെന്താണ് ഈ ചെയ്യുന്നത്? ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വല്ല തുപ്പൽ കോളാമ്പിയും വെച്ചിട്ടുണ്ടോ? ഇതൊരു തീവണ്ടിമുറിയല്ലേ? എടോ കിഴവാ, താനാരാ ഇത് ചോദിക്കാൻ? വെറുതെ മിണ്ടാതെ ചുരുണ്ടുകൂടിയിരുന്നോളൂ." യുവാവ് വളരെ ദേഷ്യത്തോടെ ഗാന്ധിജിയോട് പറഞ്ഞു. ഗാന്ധിയപ്പൂപ്പൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം തന്റെ കൈവശമുണ്ടായിരുന്ന ഒരു വലിയ തുവാല കൊണ്ട് ചെറുപ്പക്കാരന്റെ തുപ്പൽ മുഴുവനായും തുടച്ചുകളഞ്ഞു. ഇത് കണ്ട് യുവസഞ്ചാരിക്ക് വല്ലാത്ത സങ്കടവും പരിഭ്രമവും തോന്നി. തീവണ്ടി മറ്റൊരു സ്റ്റേഷനിലെത്തി. ഗാന്ധിയപ്പൂപ്പൻ തന്റെ ഊന്നുവടിയും കുത്തിപ്പിടിച്ച് വണ്ടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. പെട്ടെന്ന് മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യവുമായി ആളുകൾ തീവണ്ടിമുറിക്കകത്തേക്ക് ഇരച്ചുകയറി. അവിടെ കൂടിനിന്ന ആളുകൾ അദ്ദേഹത്തെ മാലയണിയിച്ച് സ്വീകരിച്ചു. അപ്പോഴാണ് തന്നോടൊപ്പം യാത്ര ചെയ്തിരുന്നത് ഗാന്ധിജിയാണെന്ന് യുവാവിന് മനസ്സിലായത്. ഗാന്ധിജിയുടെ വിനയത്തിനു മുന്നിൽ യുവാവിന്റെ ശിരസ് താനേ കുനിഞ്ഞുപോയി. അയാൾ വല്ലാതെ സങ്കടപ്പെടുകയും ചെയ്തുപോയ അപരാധമോർത്ത് പശ്ചാത്തപിക്കുകയും ചെയ്തു.